ഹബീബി അസ്സലാമു അലൈക്കും. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പോയി ഉച്ചക്ക് വരെ തണുത്ത് വീശണ കാറ്റാ എന്നൊക്കെ പറഞ്ഞ വിശ്വാസമുണ്ടോ? ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ GCCയിൽ വരണടാ. പ്രവാസിയാകാൻ വേണ്ടിയിട്ട് കൊതിക്കണമല്ലോടാട്ടോ. ഞാനൊരു 2015 ലാസ്റ്റ് 2 കൊല്ലത്തിന് കടക്കൊന്ന് വീടി ഒന്ന് സെറ്റായി കല്യാണമൊക്കെ കഴിക്കാന്ന് കരുതി പോന്ന ആളാ. 10 കൊല്ലമായി ഇപ്പോ. എന്തൊക്കെ നേടി ചോദിച്ചാൽ അൽഹംദുലില്ലാ കുറേ നേട്ടങ്ങളുണ്ട്. നഷ്ടങ്ങൾ ഒരു ഭാഗത്ത്, നഷ്ടങ്ങളൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ആ നഷ്ടങ്ങളിലേക്ക് നോക്കിയിട്ട് അതിന്റെ ഇടയിൽ നേടിയെടുത്ത പോസിറ്റീവിനെ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം. കുറെ ആൾക്കാർ സ്വീപ്പാക്കാൻ നിൽക്കണുണ്ടാവും. ഖത്തർ കഴിഞ്ഞിക്കണ്, സൗദി കഴിഞ്ഞിക്കണ്, ഒമാന് കഴിഞ്ഞിക്കണ്, തീർന്നിക്കണ്. എവിടെയും തീർന്നിട്ടില്ല. ഇങ്ങക്കില്ല ഇത് പഠിച്ചു, നിങ്ങൾക്കായിട്ട് എവിടെയെങ്കിലും ഒരുക്കി വെച്ചേക്കും. അവിടേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതാണ്. അപ്പൊ ആ സ്വീപ്പിലൊന്നും പെടാൻ നിൽക്കണ്ട. പിന്നെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാല് എല്ലാവരും പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ നോക്കുക. പഴയ പോലെയല്ല. പണ്ടൊക്കെ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടൊക്കെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പോലെ ഇപ്പൊ നമ്മൾ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വരാം. അപ്പൊ നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണം. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കുക. ഇനി പഠിക്കാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലൊരു കൈത്തൊഴിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് കയറണം. ഇവിടെ വന്നിട്ട് എന്ത് പണി അറിയിച്ചാൽ എല്ലാ പണിയും അറിയാന്ന് പറയുമ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടൊരു സാധനം നമ്മളെ കയ്യിൽ വേണം. അല്ലാതെ ഒന്നും അറിയാതെ ഇവിടെ വന്നിട്ട് എന്ത് പണി അറിയും ചോദിച്ചുമ്പോഴേ ഞാൻ എല്ലാ പണി എടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു പണിയാവും. ഇതൊരു മോട്ടിവേഷൻ ഒന്നുമല്ല. ഒരു 10 കൊല്ലത്തെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ സ്നേഹത്തോടെ പറയണത് കുട്ടിയാണ്. അപ്പോൾ വീണ്ടും വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.